താമസിക്കുന്ന തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മകൻ ബാബുവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇയാൾ ലഹരിക്ക് അടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ശരണ്യ സ്നേഹജൻ ഉണ്ട്. ശരണ്യ, എപ്പോഴായിരുന്നു ഈ അരുംകൊല? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ഇന്ന് സന്ധ്യയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആഗ്നസ് ഒപ്പം തന്നെ തങ്കരാജ്, ഈ രണ്ട് രക്ഷകർത്താക്കളാണ് ഇവിടെ ഇന്ന് കൊമ്മാടിയിൽ കൊല ചെയ്യപ്പെട്ടത്. മകൻ ബാബു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാള് എപ്പോഴും മദ്യപാനമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സ്ഥിരം മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് സംബന്ധിച്ച് പോലീസിലടക്കം രക്ഷകർത്താക്കൾ പരാതി നൽകിയിരുന്നു. ഇന്നും അവിടെ മദ്യപിച്ചെത്തിയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല, ഈ സംഭവം നടന്നെത്തിയ നോർത്ത് പോലീസ് സംഘം അകത്ത് പ്രവേശിച്ചപ്പോൾ വീടിനകത്ത് ഉൾപ്പെടെ മദ്യക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആ രീതിയിൽ മദ്യപിച്ച ശേഷം രക്ഷകർത്താക്കളുമായി വഴക്കുണ്ടായതിനു ശേഷമാണ് ഇയാള് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. രണ്ടുപേരെയും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞെത്തിയ അയൽവാസികള് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ മാരകമായ മുറിവാണ് രക്ഷകർത്താക്കൾക്ക് രണ്ടുപേർക്കും ഇയാളുടെ ഭാഗത്തു നിന്ന് വെട്ടിയും കുത്തിയുമാണ് പരിക്കേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ആ വീടിന്റെ മുൻഭാഗത്തൊക്കെ തന്നെയും, അതായത് വരാന്തയിലൊക്കെ തന്നെയും രക്തം തളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാട്ടുകാരെത്തി ഇത് മൃതദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മൃതദേഹം കൊണ്ടുപോകാനായി ശ്രമിച്ചു. ആശുപത്രിയിൽ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഇയാള് ഈ സംഭവം ഉണ്ടായ ശേഷം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ബാബു തൊട്ടടുത്ത് തന്നെ ഉള്ള ബാറിൽ വെച്ച് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതായത് രക്ഷകർത്താക്കളെ മദ്യപിച്ച് കൊലപ്പെടുത്തിയ ശേഷം അയാൾ വീണ്ടും പോയത് ബാറിലേക്കാണ്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സ്ഥിരം മദ്യപാനിയാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതാണ് ആലപ്പുഴയിൽ നിന്ന് ഉള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. മദ്യപാനിയായ സ്ഥിരം ലഹരിക്ക് അടിമയായ ആൾ ആണ് ബാബു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം